പുതിയ സഖാക്കളാരും നിലവിലെ ക്യൂവിൽ വന്ന് ആടിയത് അഭ്യർത്ഥനകൾ തുടരുന്നുണ്ട്. ഇനി പുതുതായി വരുന്ന സഖാക്കൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പോകണം. ആലപ്പുഴ ബീച്ചിലെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പോകണം. അറിയേണ്ടത് ഇവിടെ ഒരു തിക്കും തിരക്കും രൂപപ്പെടുകയാണ്. ഈ നീണ്ട ക്യൂവിലുള്ളവർക്കെല്ലാം ഇവിടെ നിന്നും VS-നെ കാണാൻ പറ്റുമോ എന്ന ആലോചനയിലേക്ക് കൂടി ഈ പാർട്ടി കടക്കുന്നുണ്ട്. പുറത്തുള്ളവരോട് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പോകാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. ക്യൂ എല്ലാം മാറി ഇവിടെ എത്തുമ്പോൾ അത് തിരക്കായി മാറുന്നു. വോളണ്ടിയർമാർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കായി മാറുകയാണ്. VS അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ജനങ്ങൾ നീളുകയാണ്. അതിൽ ചെറിയ കുട്ടികളുമുണ്ട്. കടന്നു പോകാൻ കഴിയില്ല. ആ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുജിയ, ഇത് നമ്മൾ ഇതുവരെ കാണാത്ത വിധമുള്ള ഒരു കാഴ്ചയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ കാഴ്ചകൾക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. കേരളം VS-നെ പോലൊരു നേതാവിനെ ഇത്രമേൽ സ്നേഹിച്ചിരുന്നു എന്നതാണ് കണ്ണുകളിൽ. തോക്കിൻമുനത്തുമ്പിൽ തോൽക്കാത്തവൻ ഒന്നാകെ തല വരയ്ക്കുകയല്ല എന്റെ വൃദ്ധത്വം, തല വരയ്ക്കാത്തതല്ല എന്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തല കുരിക്കാത്തതാണ് എന്റെ യൗവനം, തല കുരിക്കാത്തതാണ് എന്റെ യൗവനം. പണ്ടരും ഉന്നപ്രവയലായി കലനായി നെടുനായകൻ ഒഴിയാളിതൻ ജനമനത്തിലമരണിവരാ. ഇപ്പോൾ VS-നെ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടില്ല. VS-നെ കാത്ത് വീണ്ടും ആയിരക്കണക്കിന് ആളുകൾ വീണ്ടും വേലിക്കകത്ത് വീട്ടിലേക്ക് തടിച്ചുകൂടുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അല്പസമയത്തിനുള്ളിൽ VS-നെ പുറത്തെത്തിക്കുമെന്നാണ് നമ്മൾ കരുതിയതെങ്കിലും കുടകൾ അവിടെ നിവർന്നു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ വരുമ്പോൾ വെയിലിലാണ് ഇവർ കുടകൾ നിവർത്തിയതെങ്കിൽ ഇപ്പോൾ ആ ഋതു മാറി, ആ കാലാവസ്ഥ മാറി, മഴയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴും VS-നെ കാത്ത് ആയിരക്കണക്കിന് മനുഷ്യർ അവിടെ നിൽക്കുന്ന കാഴ്ച പ്രേക്ഷകർക്ക് കാണാം. ഇനി ഒരുപക്ഷെ ഒരു മണിക്കൂർ കൂടി എടുക്കുമായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നുള്ള അറിയിപ്പുകൾ കൂടി വരുന്നു. നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ 4 മണിക്കൂർ വൈകിയാണ് കാര്യങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നിശ്ചയിച്ചതിനേക്കാൾ 20 മണിക്കൂർ വൈകിയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ സായാഹ്ന സൂര്യൻ അസ്തമിച്ചാലും വിപ്ലവ സൂര്യനെ മടങ്ങില്ല എന്ന് തീർപ്പ് കൽപ്പിച്ചതുപോലെയാണ് ജനങ്ങൾ VS-ന് വേണ്ടി സ്നേഹാഭിവാദ്യങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ നമ്മളുടെ ഹൃദയം കവരുന്ന കാഴ്ചകളാണ്. കേരളം ഒരിക്കലും ഇങ്ങനെയൊരു മനുഷ്യനെ ഇത്ര കണ്ട് യാത്ര അയച്ചിട്ടില്ല എന്നുള്ളതാണ്. VS-ന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ചരിത്രമുറങ്ങുന്ന കാലമാണ് എന്നുള്ളതാണ്. ഒരു ചരിത്രമുറങ്ങാൻ ഒരിക്കലും VS സ്വയം അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ്. VS തന്നെ ഒരു സ്വയം ചരിത്രമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. കുഞ്ഞുങ്ങളുമായി വരുന്ന രക്ഷിതാക്കളെ പ്രേക്ഷകർക്ക് കാണാം. ആ രക്ഷിതാക്കൾ ആ കുഞ്ഞുങ്ങളെക്കുറിച്ച്, ആ അച്ചുമാമനെക്കുറിച്ച് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന കഥകൾ ഒരുപക്ഷെ ഏതൊരു കുട്ടിക്കും രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാവുന്ന കാലമാണ്. ഈ കുഞ്ഞുങ്ങൾക്കൊന്നും VS-ന്റെ ഒരുപക്ഷെ റിട്ടയർ ചെയ്ത കാലത്തോളം മാത്രമേ പ്രായമുണ്ടാവൂ. റിട്ടയർമെൻറ്റ് ഉദ്ദേശിച്ചത് പക്ഷപാതം വന്ന് വീടിനുള്ളിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് 5 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞാണ് ഈ അച്ഛൻ്റെ ചുമലിലിരിക്കുന്നത്. VS-നെ കുറിച്ച് അവൾ കേട്ടിട്ടില്ല, പക്ഷേ അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു നേതാവുണ്ടായിരുന്നു. എന്താണ് നേതാവെന്ന് ആ കുട്ടിക്കറിയില്ല. ആ ഉശിരുള്ളൊരു നേതാവുണ്ടായിരുന്നു. ആ കുട്ടിക്ക് എളുപ്പം മനസ്സിലാവും. കളിയാക്കി വിളിക്കുമ്പോൾ, ജാതിയുടെ പേരിൽ കളിയാക്കി വിളിക്കുമ്പോൾ അച്ഛൻ ശങ്കരന് ഒരു അറിഞ്ഞാണം കൊടുത്ത് ഊരിപ്പെരിക്കിൻ എന്ന് പറഞ്ഞ് അന്ന് കൊടുത്ത കരുത്ത് ഒരു മനുഷ്യൻ, ഒരു സമൂഹത്തിൻ്റെ കുറേ മനുഷ്യരുടെ
സ്നേഹമായി മാറിയ കഥയാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞു കൊടുക്കുമായിരിക്കും. അച്യുതാനന്ദൻ എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷത്തിനൊരിക്കലും നാശം സംഭവിക്കാത്തവനെന്നാണല്ലോ. ആരുടെ സന്തോഷമാണ് വി എസ് കരുതിയത്? സ്വയം പ്രയാസങ്ങൾ അനുഭവിച്ചും വി എസ് ഈ സമൂഹത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച നേതാവാണ്. ആ വി എസ് ആണ് ഇപ്പോൾ വേലിക്കകത്ത് വീട്ടിൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ സ്നേഹാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി ഇങ്ങനെ നിദ്രയിൽ കിടക്കുന്നത്. ആ വി എസ് ആണ് ഉറങ്ങിക്കിടക്കുന്നത്. ഒരിക്കലും ചരിത്രം അത് രേഖപ്പെടുത്തുന്നു. ഇവിടെ DC ഓഫീസിലും ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാണ്. 4 മണിക്കൂറായി നേതാക്കളെല്ലാവരും കാത്തിരിക്കുന്നു. പക്ഷേ അവിടെ കൂടിയിരിക്കുന്ന ജനസഞ്ചയം വി എസിനെ സ്വതന്ത്രനാക്കുന്നില്ല. അപ്പോഴും സ്നേഹവലയങ്ങളിലായിരുന്നു എപ്പോഴും വി എസ്. സ്വതന്ത്രമാകാതെ വി എസ് ഇപ്പോൾ സ്നേഹവലയങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടാതെ വി എസ് സുന്ദരമായ നിദ്രയിലാണ്. ചെങ്കടൽ ശാന്തമായിരിക്കുന്നു. മറ്റൊരു ചെങ്കടൽ വി എസിന് ചുറ്റും രൂപപ്പെട്ടിരിക്കുന്നു.